Hi, welcome to Analysis by NRD. Today we will discuss about the topic Ignou, MA Psychology, Personality, Theories and Assessment, BLOCK1, UNIT2, PART7 video. സോ നമ്മൾ കഴിഞ്ഞ 6 വീഡിയോസിലായിട്ട് ബാക്കിയുള്ള ട്രേറ്റ് തിയറീസിനെ കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോസ് കാണാത്തവരാദ്യം ആ വീഡിയോസ് പോയിട്ട് കാണാം. സോ ലെറ്റ് സ്റ്റാർട്ട്. Guilford's trait theory. J.P. Guilford is another important psychologist who have tried to analyze and predict about personality on the basis of traits. The importance of trait for Guilford view about personality can be understood from his definition of personality, which states that an individual personality is nothing but the individual's unique pattern of traits. Trait for him is any distinguishable, relatively enduring way in which one person differs from another. So Guilford ഒരു ട്രേറ്റ് തിയറി സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പേഴ്സണാലിറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതും ട്രേറ്റിൻ്റെ ബേസിലാണ്. അതിൻ്റെ പേഴ്സണാലിറ്റി ഡെഫിനേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണാലിറ്റി ഒന്നുമല്ല, ഇൻഡിവിജ്വൽ യുണീക്ക് പാറ്റേൺ ഓഫ് ട്രേറ്റ്സ്. സോ അവരുടെ യുണീക്ക് പാറ്റേൺ ഓഫ് ട്രേറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, അവരുടെ പേഴ്സണാലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ട്രേറ്റ് ഫോർ ഹിം ഈസ് എനി ഡിസ്റ്റിങ്വിഷബിൾ, റിലേറ്റീവ്ലി എൻഡ്യൂറിംഗ് വേ ഇൻ വിച്ച് വൺ പേഴ്സൺ ഡിഫേഴ്സ് ഫ്രം അനദർ. സോ ഓരോ വ്യക്തികളെയും വ്യത്യസ്തരാക്കുന്നവരുടെ ട്രേറ്റ് ആണെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. യൂസിങ് ഫാക്ടർ അനാലിസിസ്, അദ്ദേഹം ഫാക്ടർ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് ഗിൽഫോർഡ് കെയിം ടു ദ കൺക്ലൂഷൻ ദാറ്റ് ദർ ആർ 7 modalities of traits. ഫാക്ടർ അനാലിസിസ് വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ട്രേറ്റ്സിനെയും അനലൈസ് ചെയ്തുകൊണ്ട് അതിൽ നിന്നും ആവശ്യമുള്ളതിനെ മാത്രം അരിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഫാക്ടർ അനാലിസിസ്. ഓക്കെ, അതിലൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, 7 modalities ഓഫ് ട്രേറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്താണ് മോർഫോളജിക്കൽ, രണ്ടാമത്താണ് ഫിസിയോളജിക്കൽ, മൂന്നാമത്തത് നീഡ്സ്, 4 ഇൻട്രസ്റ്റ്, 5 ആറ്റിറ്റ്യൂഡ്സ്, 6 ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് 7 ടെമ്പറാമെൻറ്റ്. So the first 2 are the somatic traits, whereas the last 5 are behavioral aspect of personality. ആദ്യത്തെ 2 സൊമാറ്റിക് ട്രേറ്റ്സ് ആണ്. സൊമാറ്റിക് ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഉള്ളതാണ്, പേഴ്സണാലിറ്റിയുടെ ബിഹേവിയറൽ ആസ്പെക്റ്റിൽ വരുന്നതാണ് ബാക്കിയുള്ള 5. ആദ്യത്തെ 2 സൊമാറ്റിക് ട്രേറ്റ്സ് ആണ്. Guilford has emphasized that these modalities should not be regarded as 7 separate constituent parts of personality, but personality must be seen as integrated whole, and these 7 modalities can be 7 different directions from which the whole can be viewed. In other words, personality is not the sum total of the 7 traits, but rather a whole or single entity which can be looked at from at least 7 different angles. These 7 traits are briefly discussed below. സോ ഗിൽഫോർഡ് എംഫസൈസ് ചെയ്യുന്നത് എന്താണ്, ഈ മൊഡാലിറ്റീസ് വെച്ചിട്ടാണ്. ഇതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, 7 സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്സ് അല്ല, അതായത് ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതല്ല പേഴ്സണാലിറ്റിയിൽ നിന്നും. പക്ഷേ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇതെല്ലാം ഇൻറ്റഗ്രേഷൻ ആണ്, അതായത് ഇതിൻ്റെ എല്ലാം കൂടിച്ചേരലാണ് എന്ത് ചെയ്യുന്നത്, ഒരു പേഴ്സണാലിറ്റി ആയിട്ട് മാറുന്നത്. സോ ഈ 7 മൊഡാലിറ്റീസും കൂടിച്ചേരുമ്പോഴാണ്, ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് എന്താകുന്നത്, ഒരു പേഴ്സണാലിറ്റി ആയിട്ട് മാറുന്നത്. ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, സെപ്പറേറ്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്സ് ആക്കിയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി അത് കാണാൻ പറ്റില്ല. സോ ഹോൾ ആൻഡ് ദീസ് 7 മൊഡാലിറ്റീസ് ക്യാൻ ബി 7 different directions from which the whole can be viewed. സോ ഇതിൻ്റെ എല്ലാം ഇൻറ്റഗ്രേറ്റഡ് വേർഷൻ നമ്മൾ 7 ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും. ഇൻ അതർ വേർഡ്സ്, പേഴ്സണാലിറ്റി ഈസ് നോട്ട് ദ സം ടോട്ടൽ ഓഫ് 7 ട്രേറ്റ്സ് ബട്ട് റാദർ എ ഹോൾ ഓർ സിംഗിൾ എൻറ്റിറ്റി വിച്ച് ക്യാൻ ബി ലുക്ക്ഡ് അറ്റ് ഫ്രം അറ്റ് ലീസ്റ്റ് 7 ഡിഫറെൻറ്റ് ആംഗിൾസ്. സോ 7 ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ പേഴ്സണാലിറ്റീനെ കാണാൻ പറ്റും, അതിനെ ഒരുമിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതിനെ ഓരോന്നോരോന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. ഇതിനൊരു സമ്മായിട്ടല്ല പറയുന്നത്, പക്ഷേ ഇതിനെ ഡിഫറെൻറ്റ് ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ, 7 ഡിഫറെൻറ്റ് ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും, അതിനൊരു ഹോളായിട്ട് കാണാൻ പറ്റും, അതായത് അതിനെ മുഴുവനായിട്ട് നമുക്കൊരു ഇൻറ്റഗ്രേറ്റഡ് പാർട്ടായിട്ട് കാണാൻ പറ്റും, ഒരു പേഴ്സണാലിറ്റി ആയിട്ട്. സോ ഈ 7 ട്രേറ്റ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്താണ് ഫിസിയോളജിക്കൽ ആൻഡ് മോർഫോളജിക്കൽ ട്രേറ്റ്സ്. ഫിസിയോളജിക്കൽ ട്രേറ്റ്സ് ആൻഡ് മോർഫോളജിക്കൽ ട്രേറ്റ്സ് ടുഗെദർ ആർ കോൾഡ് സൊമാറ്റിക് ട്രേറ്റ്സ്. ഇതിനെ രണ്ടിനെയും കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് സൊമാറ്റിക് ട്രേറ്റ്സ്. ഫിസിയോളജിക്കൽ ട്രേറ്റ്സ് റെഫേഴ്സ് ദ ഫിസിക്കൽ ഫങ്ഷൻസ് സച്ച് ആസ് ഹാർട്ട് റേറ്റ്, ബ്രീത്തിങ് റേറ്റ്, ഹോർമോൺ ലെവൽ, ബ്ലഡ് ഷുഗർ ആൻഡ് സോ ഫോർത്ത്. സോ ഫിസിയോളജിക്കൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, നമ്മുടെ ഫിസിക്കൽ ഫങ്ഷൻസ് ആണ്, അതായത് ഹാർട്ട് റേറ്റ്, അതായത് ഹാർട്ടിൻ്റെ ബീറ്റ്സ്, അതുപോലെ ബ്രീത്തിങ് റേറ്റ് എങ്ങനെയാണ്, അതുപോലെ നമ്മുടെ ഹോർമോൺസിൻ്റെ ലെവൽ എങ്ങനെയാണ്, കൂടുതലാണോ കുറവാണോ, നമ്മുടെ ബ്ലഡ് ഷുഗർ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ്. ഓക്കെ, മോർഫോളജിക്കൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത് ഓൺ ദ അതർ ഹാൻഡ് റെഫേഴ്സ് ടു ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് ആണ്, സച്ച് ആസ് ഫിസിക്, ഹെഡ് സൈസ്, ലെങ്ത് ഓഫ് ഹാൻഡ് ആൻഡ് ലെഗ്, സൈസ് ഓഫ് ഇയർ, കർവേച്ചർ ഓഫ് സ്പൈൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ നമ്മുടെ ഫിസിക്കൽ എങ്ങനെയാണെന്നുള്ളതാണ്, നമ്മുടെ ബോഡി സ്ട്രക്ചർ എങ്ങനെയാണ്, നമ്മുടെ ഹെഡ് സൈസ് എങ്ങനെയാണ്, നമ്മുടെ ലെങ്ത് എങ്ങനെയാണ്, നമ്മുടെ ലെഗ് എങ്ങനെയാണ്, നമ്മുടെ സൈസ് ഓഫ് ഇയർ എങ്ങനെയാണ്, നമ്മുടെ കർവേച്ചർ എങ്ങനെയാണ്. ചില ആളുകൾ വളഞ്ഞായിരിക്കും, ചില ആളുകൾ വളരെ നിവർന്നൊരു പ്രകൃതമായിരിക്കും. സോ അതൊക്കെയാണ്. സോ ഗിൽഫോർഡ് റിപ്പോർട്ടഡ് വെരി ലിറ്റിൽ സബ്സ്റ്റാൻഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് 2 ടൈപ്സ് ഓഫ് ട്രേറ്റ്സ്. സോ ഇതിൻ്റെ റിലേഷൻഷിപ്പിനെ പറ്റി അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്,
ഗിൽഫോർഡ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് മോർഫോളജിക്കൽ ട്രേറ്റ്സ് ആൻഡ് ഫിസിയോളജിക്കൽ ട്രേറ്റ്സ് ആൾദോ ഷെൽഡൻ earlier had reported a high correlation between physics and temperament. സോ ഗിൽഫോർഡ് 1959 റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറച്ച് മാത്രമാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് ടു ടൈപ്പ് ഓഫ് ട്രേറ്റ്സ്, മോർഫോളജിക്കൽ ട്രേറ്റ്സും ഫിസിയോളജിക്കൽ ട്രേറ്റ്സിനെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിന് ശേഷം മോർഫോളജിക്കൽ ട്രേറ്റ്സും അതുപോലെ ഫിസിയോളജിക്കൽ ട്രേറ്റ്സും ഷെൽഡൻ എന്ത് ചെയ്തു, 1942 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് മുന്നേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈ കോറിലേഷൻ ബിറ്റ്വീൻ ഫിസിക്സ് ആൻഡ് ടെമ്പറാമെൻറ്റ്. സോ ഗിൽഫോർഡ് 1959 റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ ലിറ്റിൽ സബ്സ്റ്റാൻഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് ടു ടൈപ്പ് ഓഫ് ട്രേറ്റ്സിനെ കുറിച്ചാണ്. പക്ഷേ മോർഫോളജിക്കൽ ട്രേറ്റും അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ ട്രേറ്റ്സിനെ കുറിച്ചും ഷെൽഡൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മുന്നേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, 1942 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈ കോറിലേഷൻ ബിറ്റ്വീൻ ഫിസിക്സ് ആൻഡ് ടെമ്പറാമെൻറ്റ്. അത് തമ്മിലുള്ള ഒരു കൊറിലേഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫിസിക്കും അതുപോലെ ടെമ്പറാമെൻറ്റും തമ്മിലുള്ള കൊറിലേഷനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഷെൽഡൻ 1942. സോ അടുത്തതാണ് നീഡ്സ്, ഇൻട്രസ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. Needs, interests and attitudes are regarded as hormetics, adaptive responses, dimension of personality by Guilford. These hormetic traits therefore instigate action because they are more or less directly related to motivation. നീഡ്സും അതുപോലെ ഇൻട്രസ്റ്റും ആറ്റിറ്റ്യൂഡും ഒക്കെ റിഗാർഡ് ചെയ്യുന്നത് ഹോർമസ്റ്റിക് ആയിട്ടാണ്, അതായത് അഡാപ്റ്റീവ് റെസ്പോൺസ് ആയിട്ടാണ്. സോ ഗിൽഫോർഡ് ആൻഡ് പേഴ്സണാലിറ്റി ഡയമെൻഷൻസ് അനുസരിച്ച് നീഡ്സും ഇൻട്രസ്റ്റും ആറ്റിറ്റ്യൂഡ്സും ഒക്കെ റിഗാർഡ് ചെയ്യുന്നത് ഹോർമെറ്റിക് ആയിട്ടാണ്, അതായത് അഡാപ്റ്റീവ് റെസ്പോൺസ് ആയിട്ടാണ്. അതൊക്കെ നമ്മൾ അഡാപ്റ്റ് ചെയ്തെടുക്കുന്ന റെസ്പോൺസ് ആണെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സോ ഈ അഡാപ്റ്റീവ് ആയിട്ട് റെസ്പോൺസ്, അതായത് ഹോർമെറ്റിക് ട്രേറ്റ്സ് ദെർഫോർ ഇൻസ്റ്റിഗേറ്റ് ആക്ഷൻ ബിക്കോസ് ദേ ആർ മോർ ഓർ ലെസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു മോട്ടിവേഷൻ. ഇതൊക്കെ ചിലപ്പോൾ കൂടുതലായിട്ടോ അല്ലെങ്കിൽ കുറവായിട്ടോ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ മോട്ടിവേഷനെ. സോ നീഡ്സ് ആർ സെറ്റ് ടു ബി റിലേറ്റീവ്ലി പെർമനൻറ്റ് ഡിസ്പോസിഷൻസ് ദാറ്റ് മോട്ടിവേറ്റ് ദ പേഴ്സൺസ് ടുവേർഡ്സ് സെർട്ടൻ കണ്ടീഷൻ. നീഡ്സ് എന്ന് പറയുന്നത് നമ്മൾ റിലേറ്റീവ്ലി പെർമനൻറ്റ് ഡിസ്പോസിഷൻസ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചില കണ്ടീഷനിലേക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. നമ്മുടെ നീഡ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ നമ്മുടെ നീഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ചില മോട്ടീവിലേക്ക് എന്ത് ചെയ്യുന്നത്, മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, prestige is one need and it instigate action toward getting social prestige. സോ നമുക്ക് പ്രസ്റ്റീജ് നമ്മുടെ ഒരു നീഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മളൊരു സോഷ്യൽ പ്രസ്റ്റീജിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് അല്ലേ. ലൈക്ക് വേസ് ടു ഗെറ്റ് ഫുഡ് ഈസ് എ നീഡ് വിച്ച് മോട്ടിവേറ്റ്സ് എ ഹംഗ്രി പേഴ്സൺ ടുവേർഡ്സ് സെക്യൂറിങ് എ ഫുൾ സ്റ്റൊമക്ക്. സോ നമ്മുടെ ഫുഡാണ് നമ്മുടെ നീഡ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മോട്ടിവേഷൻ എന്തായിരിക്കാം, നമുക്ക് വയറ് ഫുള്ളാക്കണം എന്നുള്ളതായിരിക്കും. സോ നമ്മളൊരു ഹംഗ്രി പേഴ്സൺ ആണെങ്കിൽ നമുക്ക് ഫുൾ സ്റ്റൊമക്ക് ആക്കാനുള്ള ഒരു മോട്ടീവ് ആയിരിക്കും ആ ഒരു സമയത്ത് ഉണ്ടാവുക. ഇൻട്രസ്റ്റ്സ് ആർ പേഴ്സൺസ് ജനറലൈസ്ഡ് ബിഹേവിയർ, tendency to be attracted by some stimuli. Thus for Guilford, interests are general rather than specific traits and valued positively rather than negatively. Besides, interests also refers to liking to perform some activities. All such interests contribute to causation of behavior. Interest എന്ന് പറയുന്നത് പേഴ്സന്റെ ജനറലൈസ്ഡ് ബിഹേവിയർ ആണ്. ടെൻഡൻസി ടു ബി അട്രാക്റ്റഡ് ബൈ സം സ്റ്റിമുലൈ, ചില സ്റ്റിമുലൈസിനോടുള്ള ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ അത് വേണം എന്നുള്ളൊരു തോന്നലാണ് ഇൻട്രസ്റ്റ്, താല്പര്യം എന്ന് പറയാം. ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണ് അല്ലേ. ഓരോ സമയത്തിനനുസരിച്ച് നമ്മുടെ താല്പര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ഇൻട്രസ്റ്റുകൾ മാറിക്കൊണ്ടേയിരിക്കും. സോ നമ്മൾ ടെൻഡൻസി ടു ബി അട്രാക്റ്റഡ് ബൈ സം സ്റ്റിമുലൈ, അതാണ് എന്ത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ ഗിൽഫോർഡ് പറയുന്നത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ജനറൽ റാദർ ദാൻ സ്പെസിഫിക് ട്രേറ്റ്സ് ആൻഡ് വാല്യൂഡ് പോസിറ്റീവ് റാദർ ദാൻ നെഗറ്റീവ്ലി. സോ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ജനറലിനെക്കാട്ടിലും കൂടുതൽ സ്പെസിഫിക് ട്രേറ്റ്സ് ആണ്, ഒരു ജനറൽ ആയിട്ടുള്ള ട്രേറ്റ് അല്ല, ഇതൊരു സ്പെസിഫിക് ട്രേറ്റ് ആണ്. ഓരോരുത്തർക്കും വ്യത്യസ്ത താല്പര്യങ്ങളായിരിക്കും ഉണ്ടാവുക. സോ ഇതിനൊരു പോസിറ്റീവ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാണുന്നത്, നെഗറ്റീവ് ആയിട്ടല്ല. ബിസൈഡ്സ് ഇൻട്രസ്റ്റ് ആൾസോ റെഫർ ടു ലൈക്കിംഗ് ടു പെർഫോം സം ആക്ടിവിറ്റീസ്. സോ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ചില ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള, നമുക്ക് പെർഫോം ചെയ്യാനുള്ള ചില ലൈക്കിംഗ് ഒക്കെയാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓൾ സച്ച് ഇൻട്രസ്റ്റ്സ് കോൺട്രിബ്യൂട്ട് ടു കോസേഷൻ ഓഫ് ബിഹേവിയർ. എല്ലാ ഇൻഡസ്ട്രികളും നമ്മൾ കൊണ്ടെത്തിക്കുന്നത്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കോസേഷൻ ഓഫ് ബിഹേവിയറിലേക്കാണ്. എല്ലാ ഇൻഡസ്ട്രികളും നമ്മളെ ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. ആറ്റിറ്റ്യൂഡ്സ് ആൾസോ ഇൻസ്റ്റിഗേറ്റ് ബിഹേവിയർ ആൻഡ് ദേ ആർ ഡിഫൈൻഡ് ആസ് എ ഡിസ്പോസിഷൻ ടു ഫേവർ ഓർ നോട്ട് ടു ഫേവർ എ സോഷ്യൽ ഒബ്ജക്റ്റ് ഓർ സോഷ്യൽ ആക്ഷൻ. സിൻസ് ആറ്റിറ്റ്യൂഡ്സ് ഇൻവോൾവ് ബിലീഫ്, ഫീലിംഗ് ആൻഡ് ആക്ഷൻ, therefore they are cognitive, affective and cognitive too. ആറ്റിറ്റ്യൂഡ്സ് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നത് ബിഹേവിയർ ആണ്. അത് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഡിസ്പോസിഷൻ ടു ഫേവർ ഓർ നോട്ട് ടു ഫേവർ എ സോഷ്യൽ ഒബ്ജക്റ്റ് ഓർ സോഷ്യൽ ആക്ഷൻ. Okay, since attitudes involve belief, feeling and action, therefore they are cognitive, affective and cognitive too. One's view about premarital sex, divorce and equal right to women can be example of attitudes. Having a particular attitude forces the person to think, feel and act accordingly. ഒരു സോഷ്യൽ ഒബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ ആക്ഷനെയോ നമ്മൾ ഫേവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫേവർ ചെയ്യാത്ത അതിനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുക.
സോ ഓരോരുത്തരുടെയും ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണോ അതിനനുസരിച്ചുണ്ടാവും അവരുടെ പ്രവർത്തനങ്ങളും. ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്ന 3 ടൈപ്പിലുണ്ട്: കോഗ്നിറ്റീവ്, എഫക്റ്റീവ് ആൻഡ് കൊനേറ്റീവ്. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വലി അല്ലെങ്കിൽ തിങ്കിങ് ലെവൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ്. സോ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇമോഷൻസ്, ഫീലിംഗ് ഇങ്ങനെയുള്ളതൊക്കെ. കൊനേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഹേവിയർ ആണ്. സോ ഈ 3 ടൈപ്പിലാണ് പറയുന്നത്. ഓക്കെ, ആറ്റിറ്റ്യൂഡ്സ് ദേ ആർ കോഗ്നിറ്റീവ്, എഫക്റ്റീവ് ആൻഡ് കൊനേറ്റീവ് ടു. സോ വൺസ് വ്യൂ അബൌട്ട് പ്രീമറിറ്റൽ സെക്സ്, ഡിവോഴ്സ് ആൻഡ് ഈക്വൽ റൈറ്റ് ടു വുമൻ ക്യാൻ ബി ദ എക്സാമ്പിൾ ഓഫ് ആറ്റിറ്റ്യൂഡ്സ്. നമുക്ക് എക്സാമ്പിളായിട്ട് എന്താ പറയുക, ആറ്റിറ്റ്യൂഡ്സിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം, ഒരു വ്യക്തിയുടെ വ്യൂ പോയിന്റ് എന്താണ് അബൌട്ട് പ്രീമറിറ്റൽ സെക്സ്, അതായത് വിവാഹത്തിന് മുന്നേയുള്ള സെക്സ്, അതുപോലെ ഡിവോഴ്സ് ആൻഡ് ഈക്വൽ റൈറ്റ് ടു വുമൻ. സോ ഈക്വൽ റൈറ്റ് ടു വുമൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ ആറ്റിറ്റ്യൂഡാണ് അല്ലേ. സോ ഇതൊക്കെയാണ് ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. ഹാവിങ് എ പെർട്ടിക്കുലർ ആറ്റിറ്റ്യൂഡ് ഫോഴ്സസ് ദ പേഴ്സൺ ടു തിങ്ക്, ഫീൽ ആൻഡ് ആക്ട് അക്കോർഡിംഗ്ലി. സോ ഒരു പേഴ്സൻ്റെ പെർട്ടിക്കുലർ ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യും, ഫോഴ്സ് ചെയ്യും ഒരു പേഴ്സൺ തിങ്ക് ചെയ്യാനും അതുപോലെ ഫീൽ ചെയ്യാനും പ്രവർത്തിക്കുന്നതിലൊക്കെ. ഇതിനെയൊക്കെ എന്ത് ചെയ്യും, ഇതിനെയൊക്കെ ഒരു പേഴ്സൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ.